ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണ് എന്ന് പറയാറുണ്ട്. വിവിധ സംസ്കാരങ്ങൾ, വിവിധ ഭാഷകൾ, വിവിധ ആചാരങ്ങൾ, വിവിധ വർണ്ണങ്ങൾ ആഘോഷിച്ച് ജീവിക്കുന്ന ജനങ്ങൾ. അതുപോലെ തന്നെ ഇന്ത്യ തിരഞ്ഞെടുപ്പുകളുടെ കൂടി നാടാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിലെ മാമാങ്കമാണ് തിരഞ്ഞെടുപ്പുകൾ എന്ന് നമുക്ക് പറയാം. ചെറുതും വലുതുമായ മാമാങ്കങ്ങൾ. പാൽ സൊസൈറ്റി മുതൽ പാർലമെൻറ്റ് വരെ നീളുന്ന ആ തെരഞ്ഞെടുപ്പുകളുടെ ആ ചരിത്രവും ഇതിഹാസവും ഒക്കെ നമ്മുടെ ജനാധിപത്യത്തെ ഊട്ടി ഉറപ്പിക്കുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച വാർത്ത എക്കാലത്തും ഇന്ത്യയിലെ ജനങ്ങൾക്ക്, അത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ആബാലവൃദ്ധം ജനങ്ങളും കൊച്ചുകുട്ടികൾ ഒഴിച്ചാൽ നമുക്ക് ഒരുവിധം ഒരല്പം മുതിർന്ന കൗമാരത്തിലേക്ക് കാലൂന്നി നിൽക്കുന്ന കുട്ടികൾ മുതൽ വൃദ്ധർ വരെ സാഗൂതം വീക്ഷിക്കുകയും അതിൻ്റെ വാർത്തകൾ അറിയാൻ താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നതാണ്. നമുക്ക് ഇന്ത്യൻ തിരഞ്ഞെടുപ്പുകളുടെ സവിശേഷമായ ഒരുപാട് കഥകൾ പറയാനുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയൊരു വാർത്ത വന്നിരിക്കുന്നത് ആസാമിൽ നിന്നാണ്. ആസാമിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട വിവരമനുസരിച്ച് BJP അവിടെ വലിയ മേൽക്കൈ നേടിയിരിക്കുകയാണ്. നമുക്കറിയാം, ആസാം ഇപ്പോൾ ഭരിക്കുന്നത് BJP ആണ്. ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ആണ് ഇന്ന് അവിടുത്തെ BJP സർക്കാരിനെ, ആസാം സർക്കാരിനെ നയിക്കുന്നത്. അദ്ദേഹം ഒരു മുൻ കോൺഗ്രസ് പ്രവർത്തകനാണ്, കോൺഗ്രസ് നേതാവാണ് എന്നൊക്കെ നമുക്കറിയാം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വിജയകരമായിട്ട് 4 വർഷം പൂർത്തിയാക്കിയ ആസാം സർക്കാർ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പഞ്ചായത്ത് തലങ്ങളിലെ സ്ഥാപനങ്ങളിലേക്ക് നേരിട്ട് തെരഞ്ഞെടുപ്പിൽ പടവെട്ടി അവർ ജനങ്ങളുടെ സമ്മതി, വലിയ പിന്തുണ നേടിയിരിക്കുന്നു. ഏതാണ്ട് 76% വോട്ടാണ് BJPക്ക് അവിടെ ലഭിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് 376 ജില്ലാ പരിഷത്തുകളിൽ 300 എണ്ണവും കരസ്ഥമാക്കിയ NDAക്ക്, BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിക്ക് ആകെയുള്ള വോട്ടിൻ്റെ 76% ലഭിച്ചു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും അന്തിമ ഫലം വരുമ്പോഴേക്കും ഇതിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഇത് കൂടാനാണ് സാധ്യതയെന്ന് പൊതുവെ പറയപ്പെടുന്നു. എന്തായാലും നമുക്ക് മറ്റ് വിവരങ്ങളിലേക്ക് പോകാം. അതായത് അഞ്ചലിക് പഞ്ചായത്തുകൾ, അവിടെ ആ അഞ്ചലിക് പഞ്ചായത്ത് എന്ന് പറയുന്നത് ആ പഞ്ചായത്തുകളിൽ ആകെയുള്ള സീറ്റ് 2192 അതിൽ ഏതാണ്ട് 1436 എണ്ണവും NDA ജയിച്ചു. അതായത് BJP നേതൃത്വം നൽകുന്ന NDA, ദേശീയ ജനാധിപത്യ സഖ്യം വിജയിച്ചു. കോൺഗ്രസ്സിന് 480 സീറ്റുകളാണ് ലഭിച്ചത്. അടുത്ത വർഷം അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. നമുക്കറിയാം, അവിടെ മാത്രമല്ല, കേരളം, തമിഴ്നാട്, ബംഗാൾ, അങ്ങനെ പല സ്ഥലത്തും ഇനി തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും അടുത്ത് വരാൻ പോകുന്നത് ബീഹാറിലാണ്. അപ്പോൾ ഈ ആസാമിലുണ്ടായ വിജയം BJPക്ക് ഒരു വലിയ മുതൽക്കൂട്ടാകുമെന്ന് തീർച്ചയാണ്. ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അത് വലിയ രീതിയിലുള്ള പ്രോത്സാഹനം കൊടുക്കുന്നതാണ്. എന്തായാലും ഈ BJPയുടെ വോട്ട് വിഹിതത്തിൽ ആസാമിൽ 25% വർധനയുണ്ടായി എന്നാണ് പൊതുവെ ഉള്ള വിലയിരുത്തൽ. ഞാൻ പറഞ്ഞല്ലോ, അവസാന കണക്കുകൾ വന്നാൽ മാത്രമേ നമുക്ക് കൃത്യം സംഖ്യകൾ പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ ഒരു സംഭവം BJPയെ സംബന്ധിച്ച്, ആസാം BJPയെ മാത്രമല്ല, രാജ്യത്തെ മുഴുവൻ BJP നേതൃത്വത്തിനും അത് വലിയ പിന്തുണ നൽകുന്നു, വലിയ പ്രോത്സാഹനം നൽകുന്നു, വലിയ ആത്മവിശ്വാസം നൽകുന്നു. ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത് ഒരു തരത്തിലുമുള്ള ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തില്ല എന്നാണ്. നമുക്കറിയാം, ഈ താഴെത്തട്ടിൽ തദ്ദേശ സ്ഥാപനങ്ങളിലാണ് വളരെ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതാണ് ഒരു പാർട്ടിയുടെ ശക്തി എന്താണ് എന്ന് തെളിയിക്കുന്നത്. കാരണം ജനങ്ങൾ വളരെ സൂക്ഷ്മമായി വോട്ട് ചെയ്യുന്നതാണ്. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം, അതുപോലെ തന്നെ ജയിച്ചു വന്ന ആ താഴെത്തട്ടിലുള്ള ജനപ്രതിനിധികളുടെ പ്രവർത്തനം, അതിൻ്റെ വിലയിരുത്തൽ ഒക്കെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്.
ശരിയാണ്, കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും ഒക്കെ ഒരു വിലയിരുത്തൽ അതിനകത്തുണ്ടാവും. പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് ഈ എൻ്റെ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഈ ആളിനെ കൊണ്ട് വാർഡിന് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്, വാർഡിലെ ജനങ്ങളോടൊപ്പമാണോ ഈ ജനപ്രതിനിധി ഈ കഴിഞ്ഞ 5 കൊല്ലവും പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ ആ പാർട്ടി നിലകൊണ്ടത്, ഇതൊക്കെ വിലയിരുത്തപ്പെടുന്ന ഒരു സന്ദർഭമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. അങ്ങനെ അതിസൂക്ഷ്മമായി ഏറ്റവും താഴെത്തട്ടിൽ അതിരൂക്ഷമായ രാഷ്ട്രീയ പ്രതിവാദങ്ങളൊക്കെ നടക്കുന്ന, വാദപ്രതിവാദങ്ങൾ നടക്കുന്ന ഒരു മേഖലയും കൂടെയാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങൾ. നമുക്കറിയാം, ഇന്ന് വലിയ തോതിൽ നമ്മുടെ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്, ഒരു പൗരൻ്റെ അടുക്കലേക്ക് വികസന പ്രവർത്തനം എത്തുന്നത്, അതുപോലെ അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്നത്, അതുപോലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് ഒക്കെ ഈ തദ്ദേശ സ്ഥാപനങ്ങൾ ചെലുത്തുന്ന സ്വാധീനം, അവയ്ക്കുള്ള അധികാരം ഒക്കെ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ആസാം തെരഞ്ഞെടുപ്പ് ഫലം BJPക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നു. വരാൻ പോകുന്ന ഒരു വർഷം കഴിഞ്ഞ് സംസ്ഥാന നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും സമ്പൂർണ്ണമായ ഒരു വിജയം കൊയ്തെടുക്കാൻ സാധിക്കും എന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാസിൻ്റെ ഉറച്ച വിശ്വാസം. വിശ്വാസത്തോടുകൂടി ബിശ്വാസ് അതിശക്തനായി മുന്നോട്ട് പോവുകയാണ് ആന്ധ്രയിൽ. എന്തായാലും BJPയെ സംബന്ധിച്ച് ഒരു കാര്യം വളരെ വ്യക്തമാണ്. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന പാർട്ടി സംവിധാനം, വളരെ കൃത്യമായിട്ട് അതിന് ബുദ്ധി ഉപദേശിക്കാനുള്ള കേന്ദ്രങ്ങൾ, അതുപോലെ സമർത്ഥരായ നേതാക്കൾ, ഇതെല്ലാം BJPയുടെ വിജയം ഉറപ്പിക്കുന്നു. കഴിഞ്ഞ പാർലമെൻറ്റിലേക്ക് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ നിരവധി തെരഞ്ഞെടുപ്പുകൾ കണ്ടു. ഹരിയാനയിൽ കണ്ടു, അതുപോലെ തന്നെ നമ്മൾ മഹാരാഷ്ട്രയിൽ കണ്ടു. അവിടെയൊക്കെ BJPക്ക് വലിയ വിജയമാണ് ഉണ്ടായത്. എന്തായാലും ജനങ്ങളെ കൃത്യമായി അഭിമുഖീകരിക്കാനും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അവർക്ക് കൃത്യമായി വേണ്ടപ്പോൾ എത്തിച്ചു കൊടുക്കാനും ഒക്കെ കഴിയുന്ന സുശക്തവും സമ്പൽ സമൃദ്ധവുമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൽ BJP കാണിക്കുന്ന ശുഷ്കാന്തി അതിനെ അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ല. പക്ഷേ നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷം കൂടുതൽ ദുർബലമായിക്കൊണ്ടിരിക്കുന്നു. ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ഒരു ശക്തമായ പ്രതിപക്ഷം എന്തായാലും നമ്മുടെ രാജ്യത്തുണ്ടാകണം. അത് BJP ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ഇടതുപക്ഷം ഭരിച്ചാലും ശരി, ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം അവിടെയാണ്. ശക്തമായൊരു പ്രതിപക്ഷം, സർക്കാരിനെ തിരുത്താൻ ശക്തിയുള്ള, സർക്കാരിൻ്റെ ചെയ്തികളിൽ തെറ്റുണ്ടെങ്കിൽ രൂക്ഷമായി വിമർശിക്കാനും അതിലൂടെ അവരെ തിരുത്താനും ശക്തിയുള്ള, കഴിവുള്ള, കരുത്തുള്ള ഒരു പ്രതിപക്ഷം. ആ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം എപ്പോഴും ജനങ്ങളുടെ ശബ്ദമാണ്. സർക്കാരിന് പലപ്പോഴും പല കാര്യങ്ങളിലും പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വരും. രാജ്യത്ത് വികസനം കൊണ്ടുവരാൻ, രാജ്യത്തിൻ്റെ ഐശ്വര്യം കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഒക്കെ ഭരണാധികാരികൾ പലതരത്തിലുള്ള തന്ത്രങ്ങളും ആവിഷ്കരിക്കും. പക്ഷേ അവിടെയൊക്കെ അവർക്ക് തെറ്റുപറ്റാതെ അവരുടെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി അത് യഥാകാലം യഥായോഗ്യം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ കരുത്തുള്ളൊരു പ്രതിപക്ഷം രാജ്യത്ത് വേണം. അതാണ് ജനാധിപത്യത്തിന് ഭൂഷണം. ജനാധിപത്യത്തിൻ്റെ ശക്തിയും ജനാധിപത്യത്തിൻ്റെ മനോഹാരിതയും അതാണ്. എന്തായാലും ആസാമിൽ BJP വലിയ നേട്ടമുണ്ടാക്കിയെങ്കിലും അവിടെ കോൺഗ്രസ് പാടെ പരാജയപ്പെട്ടു പോയില്ല. കുറച്ച് സീറ്റുകളെങ്കിലും കോൺഗ്രസ്സിന് നേടാനായി. അതിൻ്റെ അർത്ഥം കോൺഗ്രസ് ഇപ്പോഴും ആസാമിൽ അവശേഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഒരു വർഷത്തിനുള്ളിൽ അവിടെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇപ്പോൾ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വിജയിച്ച BJPയെയും കോൺഗ്രസിനെയും, ഏതാനും സീറ്റുകളിലെങ്കിലും വിജയിച്ച കോൺഗ്രസിനെയും ഒരുപോലെ അഭിനന്ദിക്കണം.